നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. പ്രിസ്ക്രിപ്ഷനോടെ മാത്രം വിൽക്കാവുന്ന 4 മില്യൺ വില വരുന്ന ഓപ്പിയോയിഡുകൾ ഓന്റാരിയോയിലെ ഫാർമസിയിൽ നിന്നും അപ്രത്യക്ഷമായി. വേദന സംഹാരികൾക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. അവ നിശ്ചിത അളവിനപ്പുറം മയക്കുമരുന്ന് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഫാർമസികളിൽ നിന്നും നിർബന്ധമായും ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഈ മരുന്നുകൾ വിതരണം ചെയ്യാവൂ എന്ന് ഹെൽത്ത് കാനഡയുടെ കർശന നിർദ്ദേശവുമുണ്ട്. എന്നാൽ ഇത്തരം നിയന്ത്രിത മരുന്നുകൾ വൻതോതിൽ കാണാതായതായി ഓന്റാരിയോയിലെ ഒരു ഫാർമസി റിപ്പോർട്ട് ചെയ്യുന്നു. കുറച്ചൊന്നുമല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 4 മില്യൺ കനേഡിയൻ ഡോളറിൻ്റെ ഓപ്പിയോയിഡുകൾ കണക്കില്ലാതെ നഷ്ടം കാണിക്കുന്നതായി അവർ പറയുന്നു. 2,45,000-ലധികം ഹൈഡ്രോമോർഫോൺ ടാബ്ലറ്റുകളുടെ നഷ്ടമാണ് ഫാർമസി ഹെൽത്ത് കാനഡയിൽ റിപ്പോർട്ട് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഹെൽത്ത് കാനഡ നിർദ്ദേശിച്ചു. ഒട്ടാവ ഡെന്റൽ പ്ലാൻ പദ്ധതിയിലേക്ക് ഭിന്നശേഷിക്കാരും കുട്ടികളും കൂടി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും ഭിന്നശേഷി നികുതി ക്രെഡിറ്റ് ലഭിക്കുന്ന ആളുകളെയും ഉൾപ്പെടുത്തി ഫെഡറൽ ഡെന്റൽ പ്രോഗ്രാമിനുള്ള യോഗ്യത വിപുലപ്പെടുത്തുന്നു. 1.2 ദശലക്ഷം ആളുകൾക്ക് കൂടി പുതിയ ഇളവ് പ്രകാരം പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്ന് സർക്കാർ കണക്കാക്കുന്നു. നികുതി നൽകുന്നത് പരിഗണിച്ചാകും പ്രോഗ്രാമിലേക്കുള്ള തിരഞ്ഞെടുപ്പെന്നും അധിക നികുതി നൽകുന്നവർ പ്രോഗ്രാമിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെടുമെന്നും അപേക്ഷകർ ഇൻഷുർ ചെയ്യാത്തവരും പ്രതിവർഷം 90,000-ൽ താഴെയുള്ള കുടുംബ വരുമാനമുള്ളവരും ആയിരിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. 2025 ജനുവരിയോടെ അപേക്ഷകർക്ക് പ്രസ്തുത പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ കഴിയും. എലോൺ മസ്കിൻ്റെ കനേഡിയൻ മക്കൾ. കഴിഞ്ഞ ദിവസമാണ് ശതകോടീശ്വരൻ എലോൺ മസ്കിന് 12ാമത്തെ കുട്ടിയുണ്ടതായി മസ്ക് ട്വിറ്ററിൽ വെളിപ്പെടുത്തിയത്. ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിലാണ് മസ്ക് ജനിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മ മെയ് മസ്ക് കാനഡയിലെ റിജീനയിൽ നിന്നാണ്. കനേഡിയൻ, അമേരിക്കൻ, ദക്ഷിണാഫ്രിക്കൻ പൗരത്വമുള്ള മസ്കിന് എല്ലാ രാജ്യത്തു നിന്നും കാമുകിമാരുണ്ടെങ്കിലും മസ്കിൻ്റെ കുട്ടികളെ പ്രസവിച്ച സ്ത്രീകളെല്ലാം കനേഡിയൻ പൗരത്വമുള്ളവരാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യത്തെ 6 കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയും കനേഡിയൻ എഴുത്തുകാരിയുമായ ജസ്റ്റിൻ വിൽസണിൽ നിന്നാണ്. കനേഡിയൻ ഗായികയായ ഗ്രിംസിൽ നിന്നും 3 മക്കളും കനേഡിയൻ ടെക്നോളജി എക്സിക്യൂട്ടീവും വെൻറ്റൂർ ക്യാപിറ്റലിസ്റ്റുമായ ഷിവോൺ സിലിസിൽ നിന്നും 3 മക്കളുമായി 12 മക്കളുടെ പിതാവാണ് എലോൺ മസ്ക്. എലോണിൻ്റെ മക്കളിൽ ഒരു ട്രിപ്ലറ്റും 2 ഇരട്ടക്കുട്ടികളും അടങ്ങുന്നു എന്നതും കൗതുകകരമാണ്. ഡീപ് ഫേക്ക് കനേഡിയൻ രാഷ്ട്രീയത്തിലും. കാനഡക്കാർക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു സുവർണാവസരം എന്ന പേരിൽ ധനമന്ത്രി ക്രിസ്റ്റിയ ഫെയിലാൻഡിൻ്റെതായി പുറത്തുവന്ന 4 മിനിറ്റ് ദൈർഘ്യമുള്ള യൂട്യൂബ് വീഡിയോ എഐയുടെ സഹായത്തോടെ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയതിനു പിന്നാലെ കനേഡിയൻ സെന്റർ ഫോർ സൈബർ സെക്യൂരിറ്റി അന്വേഷണം പ്രഖ്യാപിച്ചു. ഒറിജിനലിനെ വെല്ലും വിധം സാമ്യവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ഇത്തരം വീഡിയോകൾ സൃഷ്ടിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കനേഡിയൻ സൈബർ നിയമപ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന് ഇത്തരം വീഡിയോകളെ കരുതിയിരിക്കണമെന്നും റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ്, കനേഡിയൻ സെന്റർ ഫോർ സൈബർ സെക്യൂരിറ്റി എന്നിവർ സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.